തുടങ്ങുന്നത് നമ്മൾ പോകുന്നത് ആറന്മുളയിലേക്കാണ്. കാത്തുനിൽക്കുന്നുണ്ട്. ആറന്മുളയുടെ പ്രത്യേകത നമുക്കറിയാമല്ലോ, വള്ളസദ്യ നടക്കുന്ന ഇടമാണ്. അത് മാത്രമല്ല, രാവിലെ തിരുവോണത്തോണി എത്തി ആറന്മുളയിലേക്ക്. ഇന്നത്തെ തിരുവോണ ദിനത്തിൽ ആറന്മുളയിൽ സദ്യ ഉണ്ടാക്കേണ്ട തിരുവോണത്തോണി എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ കാഴ്ചകളും ആറന്മുളയിലെ ഓണവിശേഷങ്ങളും ഒക്കെ പറയാനായി സുജു ടി ബാബു നമ്മളെ കാത്തു നിൽക്കുകയാണ്. സുജുവേ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണം. മനു, ഹാപ്പി ഓണം. ഹാപ്പി ഓണം മനുവിനും ഉമ്മയ്ക്കും എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ഓണം ആശംസിക്കുന്നു. താങ്ക് യു ഹാപ്പി ഓണം സുജി. ഇത്തവണ ഓണം അപ്പൊ കൈരളിക്കൊപ്പം വാർത്തയ്ക്കൊപ്പം തന്നെയാണല്ലേ? തീർച്ചയായിട്ടും ഏതാണ്ട് എല്ലാ വിശേഷ ദിവസങ്ങളിലും പത്തനംതിട്ട ബ്യൂറോ ഞങ്ങൾ കൈരളിക്കൊപ്പം തന്നെയാണ്. അത്തരത്തിലൊരു ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു ഇടം കൂടിയാണ് പത്തനംതിട്ട. അതുകൊണ്ട് തന്നെ ആ പത്തനംതിട്ടയുടെ പ്രത്യേകത അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് ഉള്ളത്. ക്ഷേത്രത്തിൽ രാവിലെ തന്നെ നല്ല തിരക്കാണ്. ചേട്ടാ, വരുന്നത് ചെന്നൈ രാവിലെ തന്നെ തൊഴാൻ എത്തിയിരിക്കുകയാണ്. രാവിലെ തന്നെ എപ്പോഴും വരാറുണ്ട്, എല്ലാ വർഷവും ഇവിടെ വരാറുണ്ട്. അപ്പോൾ ഇവിടെ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ പള്ളിയോട സേവാ സംഘത്തിൻ്റെ ഭാരവാഹികളോട് ചേരുകയാണ്. തിരുവോണത്തോണി എത്തി, വലിയ വിശ്വാസം, സന്തോഷമല്ലേ? തീർച്ചയായിട്ടും പ്രതികൂല കാലാവസ്ഥയിലും ഭഗവാന്റെ അനുഗ്രഹത്താൽ തിരുവോണത്തോണി കാട്ടൂരിൽ നിന്നും ഇന്നലെ വൈകിട്ട് പുറപ്പെട്ടതാണ്. പുലർച്ചെ 5:30 ഭഗവാന്റെ തിരുനടയിലെത്തി. ആചാരപരമായ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഭക്തജനങ്ങൾ ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിൽ. ഇത് കഴിഞ്ഞ ഉടനെ 10:30 ഓണസദ്യ ആരംഭിക്കുന്നതാണ്. ഇനിയിപ്പം എല്ലാവരും പ്രതീക്ഷിക്കുന്ന വള്ളംകളിയുടെ ഇനിയുള്ള ദിവസങ്ങളിൽ വള്ളംകളിയുടെ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട്, കൂടാതെ ഈ പ്രാവശ്യം നമ്മുടെ ബഹുമാനപ്പെട്ട ഉപരാഷ്ട്രപതിയാണ് ഇവിടെ പങ്കെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൃത്യമായി വള്ളംകളിയുമായിട്ടാണ് ഇനി ആറന്മുളക്കാരുടെ ഓണം എന്ന് പറയുന്ന ഉത്രട്ടാതിയാണ്. ആ ഉത്രട്ടാതി വരവേൽക്കാൻ വേണ്ടി ആറന്മുള സജ്ജമായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പം കാണുന്നത്. ഈ എല്ലാവർക്കും ഇത് കേൾക്കുമ്പോൾ വള്ളസദ്യയെ പറ്റി കൂടി അറിയാൻ ആഗ്രഹിക്കുന്നു. വള്ളസദ്യ ഇടക്കാലത്തൊന്നും നമുക്ക് നിർത്തിവെക്കേണ്ട എങ്കിലും ഇപ്പം തുടർന്ന് പോകുന്നത് പ്രകൃതി അനുകൂലമല്ലാത്ത സാഹചര്യം വന്നു. പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്നതുകൊണ്ട് വള്ളസദ്യ നമുക്ക് നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യമൊക്കെ മറികടന്ന് 1-2 ദിവസം ബ്രേക്ക് ചെയ്തെങ്കിലും ബാക്കി ദിവസങ്ങളിൽ ഇപ്പോൾ 17ഉം 18ഉം വള്ളസദ്യകൾ, KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം സദ്യ, നമ്മുടെ സ്പെഷ്യൽ പാസ് എല്ലാം കൃത്യമായി ഷെഡ്യൂൾ ചെയ്ത് കൃത്യമായി പള്ളിയോട സേവാ സംഘം നടത്തിക്കൊണ്ട് പോവുകയാണ്. ഭംഗിയായിട്ട് കാര്യങ്ങൾ പോകുന്നു. എല്ലാം ഭംഗിയായി നടന്നു പോവുകയാണ്. ഇത്തവണ നല്ല രീതിയിൽ തന്നെ അല്ലേ? വളരെ നല്ല രീതിയിൽ. നമ്മൾ കഴിഞ്ഞ വർഷത്തെ വള്ളസദ്യ കണ്ട് 517 വള്ളസദ്യ ഉള്ളായിരുന്നു. ഇപ്രാവശ്യം 560 വള്ളസദ്യ ഇവിടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഏതാണ്ട് 300 ചില്ലുവാനത്തോളം സദ്യ കഴിഞ്ഞു. ഇനിയും ഈ വരുന്ന മാസം 16-ാം തീയതി വരെ ഇവിടെ വള്ളസദ്യ നടക്കും. നമ്മുടെ അഷ്ടമിരോഹിണി സദ്യ ഇതിനിടയ്ക്കുണ്ട്. അതും വിപുലമായ ചടങ്ങോടുകൂടി കാര്യങ്ങളെല്ലാം 5-ാം തീയതിയാണെന്ന് തോന്നുന്നു അഷ്ടമിരോഹിണി സദ്യ. ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ആളുകൾക്കും അഷ്ടമിരോഹിണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അന്നത്തെ പിറന്നാൾ സദ്യയാണ്. ഇവിടെ എത്തുന്ന മുഴുവൻ ആൾക്കാർക്കും സജ്ജമായി ഭക്ഷണം കൊടുക്കാനുള്ള സജ്ജീകരണം പള്ളിയോട സേവാ സംഘം ചെയ്യുന്നു. നന്ദി. രാവിലെ ഞങ്ങളോട് പ്രതികരിച്ചതിന് ക്ഷേത്രത്തിലെ ക്രമീകരണങ്ങളും അതുപോലെ അഷ്ടമിരോഹിണി വള്ളസദ്യയൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പള്ളിയോട സേവാ സംഘത്തിൻ്റെ ഭാരവാഹികൾ അറിയിച്ചത്. നമ്മൾ ഈ ഓണത്തിലേക്ക് വരുമ്പോൾ ഓണ ദിവസം വളരെ മനോഹരമാണ് മനു. നമുക്ക് ഈ ക്ഷേത്രത്തിൽ നിന്ന് കാണാൻ സാധിക്കും. രാവിലെ പുലർച്ചെ 6 മണിയോടെ തന്നെ എത്തുമ്പോൾ അവിടെ ലൈവ് ഉണ്ടായിരുന്നല്ലോ. ആ കാഴ്ച എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര മനോഹരമായി നമ്മളത് കാണുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? തീർച്ചയായിട്ടും മനു, തിരുവോണത്തോണി എത്തുന്ന കാഴ്ച അതിമനോഹരമാണ്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ കൂടെ വഞ്ചിപ്പാട്ടിൻ്റെയും നാരായണസ്തുതിയുടെയൊക്കെ ഇതിലാണ് ഈ തിരുവോണത്തോണി ആറന്മുള ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. മങ്ങാട്ടില്ലത്തു നിന്നാണ് തിരുവോണത്തോണി എത്തുന്നത്. ആറന്മുളയുടെ സമീപ പ്രദേശമായ കാട്ടൂർ എന്നാണ് മങ്ങാട്ടില്ലമുള്ള, അവിടുന്ന് എത്തുന്നു. ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് പ്രേക്ഷകർക്കായി പറയാം. മുമ്പ് ഈ മങ്ങാട്ട് ഭട്ടതിരി ഈ എല്ലാ തിരുവോണ ദിവസവും ഒരു ബ്രഹ്മചരിക്ക് ഭക്ഷണം നൽകുമായിരുന്നു. ഒരു ദിവസം അങ്ങനെ എത്തിയിരുന്നില്ല. പിന്നീട് ആ ദിവസം ഒരു ബാലൻ എത്തുന്നു. ആ ബാലന് ഭക്ഷണം കൊടുക്കുന്നു. പിന്നീട് മനസ്സിലാക്കുന്നു അത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണനായിരുന്നു എന്ന് വിശ്വസിക്കുകയും അങ്ങനെ ഭഗവാന് എല്ലാ തിരുവോണ ദിവസവും ഭക്ഷണം ഓണസദ്യ നൽകുന്നത് ചടങ്ങായി മാറുകയുമാണ്. അങ്ങനെയാണ് തിരുവോണത്തോണിയുടെ ഐതിഹ്യം. അതാണ് അത്തരത്തിലൊരു ഐതിഹ്യത്തിലൂടെയാണ് തിരുവോണത്തോണി ഉണ്ടാകുന്നത്. പിന്നീട് അതിന് ശേഷം ഈ മങ്ങാട്ടില്ലത്തിലെ ഈ ഭട്ടതിരി വരുമ്പോൾ ഈ തിരുവോണത്തോണിയെ കൊള്ളക്കാർ ആക്രമിക്കുന്നു. അതോടുകൂടി ആണ് ചുണ്ടൻ വള്ളങ്ങൾ അകമ്പടിയായിട്ട് പോകുന്നത്. പിന്നീട് 18 നായർ കുടുംബങ്ങൾ ഈ ചുണ്ടൻ വള്ളങ്ങളിൽ അകമ്പടി സേവിക്കുന്ന ഒരു ചടങ്ങായി മാറുകയും ചെയ്യുന്നു. പിന്നീട് ഈ കാട്ടൂരിൽ നിന്ന് ഈ മങ്ങാട്ട് ഭട്ടതിരിയുടെ കുടുംബം അവർ
കോട്ടയം കുമാരനെല്ലൂരിലേക്ക് താമസം മാറ്റുകയും ചെയ്യുന്നു. അങ്ങനെ കോട്ടയം കുമാരനെല്ലൂരിൽ അവിടുന്നാണ് ഇപ്പോൾ മൂലം നാളിൽ തിരുവോണത്തോണി തിരിക്കുന്നത്. പിന്നീട് തിരുവല്ല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ജലമാർഗം തന്നെ എത്തിയാണ് ഈ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. വലിയ ഒരു ഭക്തിസാന്ദ്രമായ നിമിഷം വഞ്ചിപ്പാട്ടത്തിൻ്റെയൊക്കെ താളത്തിൽ, അതായത് തിരുവോണ ദിവസം പുലരുന്നത് പത്തനംതിട്ടക്കാരെ സംബന്ധിച്ചോളം തിരുവോണത്തോണി എത്തിക്കൊണ്ടാണ് എന്ന് തന്നെ പറയാം. അത്തരത്തിലൊരു രീതിയിലാണ് തിരുവോണത്തോണി എത്തുമ്പോൾ ആറന്മുളക്കാരുടെ മാത്രമല്ല പത്തനംതിട്ടക്കാരുടെയൊക്കെ ഓണ ദിവസം ഉണരുന്നത് തിരുവോണത്തോണിയിൽ കൂടെയാണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. നമുക്ക് രാവിലെ തന്നെ ക്ഷേത്രത്തിലേക്ക് ഈ തിരുവോണ ദിവസം ദർശനത്തിനായി ധാരാളം ആളുകൾ എത്തുന്നത്. ചേട്ടാ ഇവിടുന്ന് വന്നാൽ ഞാൻ തിരുവല്ലയിൽ തിരുവോണ ദിവസം എല്ലാ തവണയും ഇവിടെ എത്താറുണ്ടോ? എത്താറുണ്ട്. അത് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ എത്തുന്ന ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതെ അതെ. അങ്ങനെയാണ് നമുക്കിപ്പോൾ കാണാം ആളുകളൊക്കെ തിരുവോണ ദിവസം സുജുവിടെ നിന്ന് അതിന്റെ ഐതിഹ്യവും പെരുമയും ചരിത്രവും ഒക്കെ പറയുമ്പോൾ ഉമ ഇവിടെ എന്നോട് ഒരു സംശയം ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉമ ഇങ്ങനെ എന്നോട് ചോദിക്കുക, ഈ വള്ളസദ്യക്ക് പോകാൻ പറ്റുമോ? സുജൻ ഇന്ന് വള്ളസദ്യ ഒക്കെ കഴിച്ചിട്ടാണോ പോകുന്നത്? ഉമ എന്താ ചോദിക്കാണെന്ന് പറഞ്ഞു സുജുനോട്? നമ്മളെല്ലാവരും ഇന്നത്തെ ദിവസം മൊത്തം സദ്യ കഴിക്കാനുള്ള ഒരു വെയിറ്റിംഗിലാണ്. അപ്പോൾ സുജിച്ചേട്ടൻ വള്ളസദ്യ കഴിക്കുമോ എന്നാണ് ഞങ്ങളുടെ സംശയം. വള്ളസദ്യ എല്ലാവരും കഴിക്കാൻ ആഗ്രഹിക്കുന്നതാണല്ലോ. മനു, വള്ളസദ്യയെ സംബന്ധിച്ചോളം അതൊരു വ്യക്തത വരുത്തേണ്ട ഒരു കാര്യം കൂടിയാണ്. വള്ളസദ്യ വഴിപാട് വള്ളസദ്യയാണ് ശരിക്കും ഈ ആറന്മുളയിലുള്ളത്. അതായത് ഈ വഴിപാടായി നേരുന്ന ആളുകൾക്കാണ് വള്ളസദ്യയുടെ കൂപ്പൺ ലഭിക്കുക. അവർക്ക് കൂപ്പൺ ലഭിക്കും, അവർക്ക് ആ കൂപ്പൺ ആളുകൾക്ക് കൊടുക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവർക്കാണ് ഈ വള്ളസദ്യ ഒരുക്കിയിട്ടുള്ളത്. എന്നാൽ ദേവസ്വം ബോർഡും ഈ ക്ഷേത്ര ഉപദേശ സമിതിയും അതുപോലെ ഇത് പള്ളിയോടെ സേവാ സംഘമെല്ലാം അല്ലാത്ത ആളുകൾക്കും ക്ഷേത്രത്തിൽ എത്തുന്നവർക്ക് വഴിപാട് കഴിക്കാൻ ഈ വള്ളസദ്യ കഴിക്കാനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് KSRTC ബജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായി എത്തുന്ന ആളുകൾക്കും ഈ വള്ളസദ്യ കഴിക്കാൻ പറ്റും. അത് പ്രത്യേകം ഒരു പണം അടയ്ക്കേണ്ടിട്ട് 300 രൂപ ഫീസ് അടച്ചാണ് ആ വഴിപാട് ഈ ആ വള്ളസദ്യ കഴിക്കേണ്ടത്. അത് ഈ വ്യത്യസ്തം മാത്രമുള്ള അങ്ങനെ വഞ്ചിപ്പാട്ടിൻ്റെ ഓരോ സംഘമായി എത്തുന്നതിൻ്റെ ഇതാണ്. എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവരെത്തിയിട്ടുണ്ട്. പല മാധ്യമങ്ങളും ഒരുമിച്ച് നമ്മൾ പിടിച്ചു നിർത്തിയേക്കുവാണ്. അപ്പം മറ്റൊരു സ്ഥാപനത്തിൻ്റെ കൂടെ അവർ നിന്ന് വഞ്ചിപ്പാട്ടിൻ്റെ ഇതിൽ നിൽക്കുവാണ്. നമുക്ക് അതിലേക്ക് കിടക്കാം. എന്തായാലും അങ്ങനെയാണ് എന്നാൽ അഷ്ടമരോഹിണി വള്ളസദ്യ എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ആളുകൾക്കും അഷ്ടമരോഹിണി വള്ളസദ്യയിൽ പങ്കെടുക്കാൻ സാധിക്കും. മനു, ശരി. അപ്പോൾ അങ്ങനെയാണ് വള്ളസദ്യ കഴിക്കാൻ വേണ്ടി നമുക്ക് ഒരിക്കൽ പോകണം കേട്ടോ. വള്ളസദ്യ കഴിക്കാൻ ഗംഭീരമാണെന്നാണ് കേൾക്കുന്നത്. ഞാനിതുവരെ കണ്ടിട്ടില്ല, ഇതുവരെ കഴിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകരൊക്കെ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, ഇതൊക്കെ കഴിക്കാനൊക്കെ പോകണമെന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ പോകാം. നമ്മുടെ നാടിൻ്റെ ഒരു ഭംഗിയല്ലേ, നമ്മുടെ വിളവെടുപ്പിന്റെ ഒക്കെ ആഘോഷമാണ് ഓണമെന്ന്. അങ്ങനെ ഒരു ആഘോഷമാണല്ലോ, കാർഷിക വൃത്തിയുമായി ചേർന്ന് നിൽക്കുന്ന ആഘോഷമാണ്. അതിൻ്റെ കൂടെ ഒരുപാട് വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ്. അത് നമ്മുടെ നാടിൻ്റെ ഒരു ഭംഗി തന്നെയാണ്. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇതെല്ലാം മലയാളികളും ഒരുമിച്ച് ചേർന്ന് ആഘോഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഉമ കേൾക്കാറില്ലേ, നമ്മൾ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഒരു മതവിഭാഗത്തിന്റെ ഉത്സവം വരുമ്പോൾ മറ്റുള്ളവരുടെ ആരാധനാലയങ്ങളൊക്കെ മൂടിയിടുന്ന വാർത്തകളൊക്കെ നമ്മൾ വരാറില്ലേ. പക്ഷേ മലയാളി വേറിട്ട് നിൽക്കുന്ന മനോഹരമായ കാഴ്ച, അത് ഓണവും ഓരോ വിശേഷങ്ങളും, പെരുന്നാളായിക്കോട്ടെ, ഓണമായിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, നമ്മളങ്ങ് ഒരുമിച്ച് ഇറങ്ങുകയല്ലേ. അതെ, ഒരു വർഷത്തെ കാത്തിരുന്നാൽ എന്താ ഒരു വർഷം കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു എനർജി ഉണ്ട്. അതെ, വൈബ് അല്ലേ, പുതിയ തലമുറയിൽ വൈബാണ്.